ഹായ് മക്കളെ, എന്തൊക്കെ കഥ? നമുക്ക് കൊമേഴ്സിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള 5 കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. നമുക്ക് കൊമേഴ്സ് എടുക്കുമ്പോൾ നമ്മളെ മൈൻഡിൽ ഉണ്ടാവുന്ന വലിയൊരു പ്രശ്നമാണ്, അല്ലെങ്കിൽ വലിയൊരു ചോദ്യചിഹ്നമാണ്, ആഫ്റ്റർ ഡിഗ്രി അല്ലെങ്കിൽ ആഫ്റ്റർ +2 കൊമേഴ്സ് ഞാൻ എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് വീഡിയോസിന് വേണ്ടി സെർച്ച് ചെയ്തിട്ടുണ്ടാവും, പലതരത്തിൽ കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി സെർച്ച് ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് സ്ഥലങ്ങളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടാവും. അതായത് ചർച്ച ചെയ്തിട്ടുണ്ട്, സെർച്ച് ചെയ്തിട്ടുണ്ട്, എന്നിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ചിലപ്പം CA CMA എന്ന് പറയുന്ന ഓപ്ഷൻസ് ആയിട്ട് പ്രൊഫഷണൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ BCom MCom അല്ലെങ്കിൽ MBA പോലത്തെ PGകൾ എടുത്തിട്ട് നമ്മൾ ടീച്ചിങ്ങിലേക്ക് പോവാന്ന് പറഞ്ഞു തന്നവരുണ്ടാവും. അങ്ങനെ രീതിയിൽ നമുക്ക് ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ട് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ MCom കഴിഞ്ഞാലും നമ്മൾ MBA കഴിഞ്ഞാലും ടീച്ചിങ് ഒന്നും താല്പര്യമില്ലാത്ത ഒരാളിലേക്ക് പോകും. ഇനി അക്കൗണ്ട്സിനോട് താല്പര്യമുള്ള ഒരാൾക്ക് പോയി ചെല്ലാൻ പറ്റുന്ന ഏറ്റവും നല്ല റോൾ ഏതാണ്? CA നിങ്ങൾ ഡെഫിനറ്റ്ലി കേട്ടിട്ടുണ്ടാവും, CMA നിങ്ങൾ ഡെഫിനറ്റ്ലി കേട്ടിട്ടുണ്ടാവും, കമ്പനി സെക്രട്ടറി CS നിങ്ങൾ ഡെഫിനറ്റ്ലി കേട്ടിട്ടുണ്ടാവും. എന്നാൽ ഇതൊന്നും അല്ലാതെ ഈ സർട്ടിഫിക്കേഷനോട് കൂടിയിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ജോലി ചെയ്യാൻ പറ്റുന്ന, നല്ല എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പ് 5 കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ കരിയർ പാത്തുകൾ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഏതാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, +2 കൊമേഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ +2 കൊമേഴ്സ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന മേഖലകളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. മക്കളെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഇപ്പോഴേ എന്ത് ചെയ്യണം? പ്ലാൻ ചെയ്യണം. ഇപ്പം ഞാൻ +1 കൊമേഴ്സിലാണ്, ഞാൻ +2 കൊമേഴ്സിലാണ് എന്നുള്ളത് വിചാരിച്ചിട്ട് ഇനിയും സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് അപ്പുറത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടിലാവും. അപ്പോൾ നമുക്ക് ഡിഗ്രിയോ അല്ലെങ്കിൽ PGയോ എല്ലാവരും പോകുന്നത് പോലെ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സിൻ്റെ ബേക്കിലോ നമ്മൾ ചിലപ്പോൾ പോവേണ്ടി വന്നേക്കാം. പക്ഷെ ഇപ്പോഴേ കൃത്യമായിട്ട് ഇതിനെ പറ്റിയിട്ട് പഠിച്ച് റിസർച്ച് ചെയ്ത് അറിഞ്ഞു വെച്ചിട്ട് ആ ഒരു പാഷനിൽ ഇപ്പോഴേ പോവാൻ റെഡി ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഹൈ പേയിങ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് തുറന്നു തരുന്ന ഒരു നല്ല മേഖലയാണ് നമ്മുടെ +1 കൊമേഴ്സ്, +2 കൊമേഴ്സ് എന്ന് പറയുന്നത്. മക്കളെ, നമുക്ക് നോക്കാം ടോപ്പ് 5 ആയിട്ടുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ്. ഞാനൊരു 5 എണ്ണം മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഈ 5 എണ്ണം മാത്രമൊന്നും അല്ല ഉള്ളത്, ഞാനൊരു റീലായിട്ട് നമ്മളുടെ എജ്യൂപോർട്ടിൻ്റെ പേജിലും ഒരു റയാൻ എക്സ്പ്ലെയിൻസ് എന്ന് പറയുന്ന എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പേജിലും ഞാൻ എന്താക്കുന്നുണ്ട്, ഒരു ബാക്കി കുറച്ച് കരിയർ ഓപ്പർച്യൂണിറ്റീസും കൂടി നമ്മൾ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ടോപ്പ് 5 ആയിട്ട് പേയ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു 5 കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഏതാ നോക്കാം. ഫസ്റ്റ് വൺ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കർ എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. ഈ ജോബ് റോളിന്റെ പേരാണ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ. സാലറി നോക്കിക്കേ, 10 ലക്ഷം ടു 80 lakhs പെർ ഇയർ. ഒരു വർഷം സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് മിനിമം 10 ലക്ഷം രൂപ പെർ ഇയർ ആണ് കേട്ടോ. 80 ലക്ഷം വരെ ഏൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന, സീനിയർ ആയാലും 80 ലക്ഷത്തിലേക്കൊക്കെ എത്തുള്ളൂ. സ്റ്റാർട്ടിങ് എപ്പോഴും നമ്മളെ സ്റ്റാർട്ടിലേക്ക് കൊണ്ടുപോയി ടോപ്പിലെടുത്ത് വെക്കൂല. അപ്പോൾ നമ്മൾ കൃത്യമായി പഠിച്ച് കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എന്താക്കാൻ പറ്റും? ഈ ഒരു ഏരിയയിൽ പ്രൊഫഷണൽ ആകാൻ പറ്റും. എന്താ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ? ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സ് ആർ എലൈറ്റ് ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് ആണ്. ഫിനാൻസ് ആണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ, ആ മേഖലയിലാണ് താല്പര്യമെങ്കിൽ, പൈസയായിട്ടുള്ള ഏരിയാസിലാണ്, അതായത് ഫോർകാസ്റ്റിംഗ്, റിസ്ക് മാനേജ്മെന്റ്, ഇങ്ങനെ ഉള്ള ഏരിയാസിലാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഏരിയയാണ് ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ്. ഇവരെന്താ ഹെൽപ്പ് ചെയ്യുന്നത്? ഹു ഹെൽപ്പ് കോർപ്പറേഷൻസ് ആൻഡ് ഗവൺമെന്റ് റേസ് ക്യാപിറ്റൽ ആൻഡ് ഇൻ നാവിഗേറ്റ് കോംപ്ലക്സ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് സച്ച് ആസ് മെർജേഴ്സ്, അക്വിസിഷൻ ആൻഡ് ഇനീഷ്യൽ പബ്ലിക് ഓഫേഴ്സ്. അതായത് നമ്മൾ IPO നടത്തുമ്പോഴോ ഇല്ലെങ്കിൽ നമ്മൾ മെർജിങ് നടത്തുമ്പോഴോ 2 കമ്പനികൾ ഒന്നിച്ച് ചേർക്കുമ്പോഴോ ഒക്കെയുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള അഡ്വൈസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സിന്റെ പ്രധാനമായിട്ടുള്ള പരിപാടി. അവർ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യും, എന്നിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഒരു കമ്പനി ഇനീഷ്യൽ പബ്ലിക് ഓഫറിലേക്ക് പോകുമ്പോൾ, IPOയിലേക്ക് പോകുമ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ എന്ന് പറയുന്ന ഏരിയയിൽ വരുന്നത്. ഫിനാൻസ് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനിയോ അതിൻ്റെ കരിയർ പാത്ത് എന്താ? ആദ്യം നമ്മൾ ഒരു 0 to 3 ഇയർ നമ്മളൊരു അനലിസ്റ്റ്
അനലിസ്റ്റ് റോളിലായിരിക്കും നമ്മൾ മുന്നോട്ട് പോവുക. 0 to 3 ഇയർ നമ്മളൊരു അനലിസ്റ്റ് രീതിയിലായിരിക്കും പോവുക. പിന്നെ നമ്മൾ അസോസിയേറ്റ് ആവും. 3 to 5 ഇയർ കഴിയുമ്പോൾ നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആയി നമ്മൾ ആ ഏരിയയിൽ എന്താവും, അസോസിയേറ്റ് എന്നുള്ള രീതിയിലേക്ക് വരും. പിന്നെയോ വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ഡയറക്ടർ എന്നുള്ള രീതിയിലാണ് നമ്മൾ 5 വർഷം മുതൽ 10 വർഷം വരെയുള്ള ജോബിന്റെ ഏരിയാസിൽ നമ്മൾ പ്രിപ്പയർ ആവുക. ദെൻ ഏറ്റവും അവസാനം മാനേജിംഗ് ഡയറക്ടർ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും ടോപ്പ് മോസ്റ്റിലേക്ക് എത്തുക. നമ്മൾ 10 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഒക്കെ കഴിയുമ്പോൾ നമ്മൾ ആ ഏരിയയിൽ പ്രൊഫഷണലായി, നമ്മൾ ആ ഏരിയയിൽ ഡെഫിനറ്റ്ലി പക്കയായി. അപ്പോൾ ഫിനാൻസ് ഏരിയ സ്പെഷ്യലൈസ് ചെയ്യാൻ താല്പര്യമുള്ള, അക്കൗണ്ട്സും കാര്യങ്ങളും താല്പര്യമുള്ള ആൾക്കാർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ എന്ന് പറയുന്നത്. ഇതിന്റെ എഡ്യൂക്കേഷൻ എന്താ മക്കളെ? ഇതിന്റെ എഡ്യൂക്കേഷൻ നമ്മൾ +1 കൊമേഴ്സ് എടുത്തു, ഇനി നമുക്ക് ഫിനാൻസിൽ ഡിഗ്രി എടുക്കാം, എക്കണോമിക്സിൽ ഡിഗ്രി എടുക്കാം, MBA ഡിഗ്രി എടുക്കാം, BBA എടുത്തു കഴിഞ്ഞ് PG ചെയ്യാം. ഈ രീതിയിലുള്ള ഡിഗ്രി എടുത്തതിന് ശേഷം MBAയോ അല്ലെങ്കിൽ ഫിനാൻസിലോ ബാങ്കിങ്ങിലോ മാസ്റ്റർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു PGയോ ചെയ്യുക. പഠിക്കുന്ന സമയം കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. അതിനുശേഷം നമ്മൾ സർട്ടിഫൈ ചെയ്യേണ്ട സർട്ടിഫിക്കേഷൻ CFA എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കേഷനാണ്, അല്ലെങ്കിൽ NISM എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കേഷനാണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മോഡലിംഗ് എന്ന് പറയുന്നതിലുള്ള ഒരു സർട്ടിഫിക്കേഷനാണ്. ഈ ഏരിയയിൽ സർട്ടിഫിക്കറ്റ് നമ്മൾ ചെയ്യുന്നത് ഈ ഏരിയയിൽ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇതിന് വേണ്ട കീ സ്കിൽ എന്താ? നമുക്ക് ഫിനാൻസുമായിട്ട് മോഡൽ ചെയ്യാനുള്ള ഒരു ഐഡിയ നമുക്ക് വേണം. ഫിനാൻഷ്യൽ മോഡലിംഗ് വിച്ച് മീൻസ് നമുക്ക് ഫിനാൻസുമായിട്ട് ഇടപെടാനും തീരുമാനങ്ങൾ എടുക്കാനും ഡിസിഷൻസും നമ്പേഴ്സുമായിട്ട് കളിക്കാനും ഉള്ളൊരു താല്പര്യം വേണം. പിന്നെയോ പ്രസന്റേഷൻ ഡിസൈൻ നമ്മൾ നേടിയെടുക്കേണ്ട ഒരു സ്കില്ല. ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. ഡിഗ്രിക്കൊക്കെ ഒരുപാട് പവർ പോയിന്റ് പ്രസന്റേഷൻസ് പ്രിപ്പയർ ചെയ്യാനുണ്ടാവും. അതിൽ നമ്മൾ എത്രത്തോളം എക്സൽ ആവുന്നോ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പിന്നെയോ ഒരുപാട് ആൾക്കാരുമായിട്ട് നെഗോസിയേറ്റ് ചെയ്യാനും നെറ്റ്വർക്ക്സ് ബിൽഡ് ചെയ്യാനുള്ള കഴിവ് നമുക്ക് വേണം. കാരണം എന്താ, നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാനാണ് പോകുന്നത്, അവരോട് കാര്യങ്ങൾ സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ആ സ്കില്ല് നമുക്ക് വേണം. പിന്നെ കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും അനലിറ്റിക്കൽ തിങ്കിങ്ങും, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എവിടെ നിന്ന് പിൻവലിക്കണം, ഈ രീതിയിലുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. സോ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ ഏറ്റവും നല്ലൊരു കരിയർ ഓപ്പർച്യൂണിറ്റിയാണ്. അടുത്തത് നമ്മൾ പറയുന്നത് ആക്ച്വറി എന്ന് പറയുന്ന ഒരു കരിയർ ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, ഈ CA CMA CFA അങ്ങനെ പ്രൊഫഷണൽ കോഴ്സുകൾ മാത്രം കേട്ടിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ ഡിഗ്രി PG ടീച്ചിങ് എന്ന് കേട്ടിട്ടുണ്ടാവും. ഡിഗ്രി PG കഴിഞ്ഞാലും നമുക്ക് കോർപ്പറേറ്റിലേക്ക് തിരിയാൻ പറ്റുന്ന ഏരിയാസ് ആണിത്. ആക്ച്വറി മക്കളെ 7 ലക്ഷം മുതൽ 50 ലക്ഷം വരെ പെർ ഇയർ നമുക്ക് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ജോബാണ്. എന്താ ഇതിൽ പറയുന്നത്? ഒരു ബിസിനസ് പ്രൊഫഷണലാണ്. പക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വറി ഒരു ബിസിനസ് പ്രൊഫഷണൽ ആണ്. who uses advanced mathematics, statistics, financial theory to measure and manage the financial impact of risk. അതായത് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ എന്തായാലും അവിടെ ഫ്യൂച്ചറിൽ ചിലപ്പം നഷ്ടം വരാനുള്ള സാധ്യത റിസ്ക് ഉണ്ട്. ആ റിസ്ക് ഫോക്കസ് ചെയ്തിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ, അഡ്വൈസുകൾ കൊടുക്കാൻ, ഈ രീതിയിൽ മാത്തമാറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സും നമ്മളുടെ ഫിനാൻഷ്യൽ ഡാറ്റാസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ പക്കയാവാൻ പറ്റുന്ന, ഒരു ദുരന്തം വരാതെ ബിസിനസ്സിനെ എങ്ങനെ സക്സസ്ഫുൾ ആക്കാൻ പറ്റും എന്നുള്ളത് പഠിക്കുന്നതാണ് ആക്ച്വറി എന്ന് പറയുന്ന ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി. ഇതിലേക്കുള്ളത് എന്താ? ഇതിലെന്താ നമ്മൾ ചെയ്യേണ്ടത്? പ്രൈസിങ് ചെയ്യേണ്ടി വരും, അതുപോലെ തന്നെ റിസ്ക് മാനേജ്മെന്റ് ചെയ്യേണ്ടി വരും, ഡാറ്റ മോഡലിംഗ് നമ്മൾ ചെയ്യേണ്ടി വരും. പിന്നെയോ ഇത് നമുക്ക് കരിയർ പാത്തിൽ ഏറ്റവും എൻട്രി ലെവലിൽ നമ്മൾ ട്രെയിനി ആയിട്ടാണ് കയറുക. നമ്മളൊരു ട്രെയിനി ആയിട്ടാണ് ആദ്യം കയറുക. അതിൽ നമ്മൾ കൃത്യമായിട്ട് പഠിക്കും എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന്. 4 ലക്ഷം മുതൽ 7 ലക്ഷം വരെ പെർ ആനം നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? സാലറി പ്രതീക്ഷിക്കാം. പിന്നെ 15 ലക്ഷം ടു 30 ലക്ഷം എപ്പോഴെത്തുക? നമ്മൾ മിഡിൽ ലെവലിലായി, അതായത് കുറച്ച് ഡാറ്റാസ് ഒക്കെ പഠിച്ചു, ആക്ടിവിറ്റീസ് ഒക്കെ പഠിച്ചു, നമ്മൾ അസോസിയേറ്റ് ആയിട്ട് മാറി, ഇന്റേണൽ എക്സാമിനേഷൻസ് കഴിഞ്ഞു, നമ്മൾ കൃത്യമായിട്ടുള്ള റിസ്ക് മാനേജ്മെന്റിനെ പറ്റി പഠിച്ചു, എക്സ്പീരിയൻസ്ഡ് ആവുമ്പോൾ 15 ടു 30 ലക്ഷത്തിലേക്ക് നമ്മൾ എത്തും. പിന്നെ നമ്മൾ അതിൽ സീനിയർ ആയി, പിന്നെ നമുക്ക് അഡ്വൈസ്
കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മളുടെ കൺസൾട്ടേഷൻ ആണ് ഫീസ്. നമുക്ക് ടീമിനെ ലീഡ് ചെയ്യാൻ പറ്റും, സ്ട്രാറ്റജികൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ മാറുമ്പോൾ നമ്മൾ 35 ലക്ഷം മുതൽ 1 കോടി വരെ നമുക്ക് ആനുവൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഏരിയയിൽ അത്രയും സ്പെഷ്യലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതൊക്കെ കിട്ടുള്ളൂ. നമുക്ക് കരിയർ ഓപ്പർച്യൂണിറ്റീസ് പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മൾ ആ ഏരിയയിലേക്ക് പോകുന്നതിൽ കൃത്യമായിട്ടുള്ള ഐഡിയ ജനറേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ പോവാൻ. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താ? ബിക്കം ആൻ ആക്ച്വറി റിക്വയർസ് പാസിംഗ് റിഗറസ് സീരീസ് ഓഫ് പ്രൊഫഷണൽ എക്സാമിനേഷൻ വൈൽ വർക്കിംഗ് ഇൻ ദ ഫീൽഡ്. നമ്മൾ ആ ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ ഗെയിൻ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്ന് എഴുതുന്ന ഒരുപാട് എക്സാമുകളാണ് നമ്മളുടെ ക്വാളിഫിക്കേഷൻ. ഏകദേശം 5 to 7 വർഷം വരെ കംപ്ലീറ്റ്ലി എക്സാമുകളൊക്കെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കും. അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഫ് ഇന്ത്യ, ICA നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ CA എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആക്ച്വറീസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന അസോസിയേഷൻ ആണ് ഈ എക്സാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്, സർട്ടിഫിക്കേഷൻ ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. സൊസൈറ്റി ഓഫ് ആക്ച്വറീസ് എന്ന് പറയുന്ന ഒരു അസോസിയേഷനും ഈ എക്സാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഡെഫിനറ്റ്ലി ഒരു കാര്യത്തിൽ നമ്മൾ ഒരു കാര്യം ചെയ്ത് പഠിച്ചു കഴിഞ്ഞാലേ നമ്മൾ അതിൽ തറവാവുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യം എൻട്രി ലെവലിൽ നിന്ന് മാറി പിന്നെ അസോസിയേറ്റ് ആയി പിന്നെ നമ്മൾ സീനിയർ ആയിട്ട് മാറുന്ന സിറ്റുവേഷൻ ആണ് ഉണ്ടാവുക. പിന്നെന്താ മക്കളെ, അടുത്ത 3ാമത്തെ ഒരു ജോലിയാണ് ഫോറൻസിക് അക്കൗണ്ടന്റ് എന്ന് പറയുന്നത്. ഇതും അക്കൗണ്ടിങ് രീതിയിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഏരിയയിൽ പക്കാ കഴിവ് തെളിയിച്ചിട്ടുള്ള, ഫിനാൻസിനോടും അക്കൗണ്ട്സിനോടും താല്പര്യമുള്ള ഒരാൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് ഫോറൻസിക് അക്കൗണ്ടന്റ്. ഏകദേശം 7 ലക്ഷം മുതൽ 50 ലക്ഷം വരെ പെർ ആനം നമുക്ക് എന്താക്കാം, അതിനും എമൗണ്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ നമ്മൾ ചെയ്യുന്നത് പക്കാ അക്കൗണ്ടിങ് പരിപാടികളാണ്. അക്കൗണ്ടിങ്, ഓഡിറ്റിംഗ്, ഇൻവെസ്റ്റിഗേഷൻ സ്കിൽ ആൻഡ് അൺകവർ ഫ്രോഡ്, ദെൻ ട്രേസ് ഹിഡൻ അസറ്റ്സ് ഓർ അനലൈസ് ഫിനാൻഷ്യൽ ഡിസ്ക്രിപ്പൻസീസ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഫിനാൻസുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെയുള്ള സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എഡ്യൂക്കേഷണൽ ബാച്ചിലേഴ്സ് ഡിഗ്രി, ഒരു 4 year ഡിഗ്രി ഇൻ അക്കൗണ്ടിങ് ഫിനാൻസ് മാൻഡേറ്ററി, അഡ്മിനിസ്ട്രേഷൻ ഈസ് മാൻഡേറ്ററി. ഒന്നെങ്കിൽ നമ്മളുടെ 4 year ഡിഗ്രി നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് 3 year ഡിഗ്രി കഴിഞ്ഞ് PG ചെയ്യാം. അതിനുശേഷം ഓഡിറ്റിങ്ങിലോ ടാക്സേഷനിലോ ബിസിനസ് ലോയിലോ ഇൻഫർമേഷൻ സിസ്റ്റത്തിലോ നമ്മൾ പ്രൊഫഷണൽ ആവുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് അഡ്വാൻസ്ഡ് എഡ്യൂക്കേഷൻ, എല്ലാവരും ചെയ്യുന്നത് മാസ്റ്റർ ഇൻ ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു PG കോഴ്സാണ്. MBA, മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് അക്കൗണ്ടൻസിനോട് താല്പര്യമുണ്ടെങ്കിൽ മാസ്റ്റർ ഓഫ് ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്ന കോഴ്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഈ ഏരിയയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ അതിനുശേഷം നമ്മൾ നേടിയെടുക്കേണ്ട കുറച്ച് സർട്ടിഫിക്കേഷൻസ് ആണ് സർട്ടിഫൈഡ് ഫോറൻസിക് അക്കൗണ്ടന്റ്. ഒരു എക്സാം എഴുതിയിട്ട് നമ്മൾ നേടിയെടുക്കേണ്ട ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഓഫേർഡ് ബൈ ദ അമേരിക്കൻ ബോർഡ് ഓഫ് ഫോറൻസിക് അക്കൗണ്ടിങ്, അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് CA, അല്ലെങ്കിൽ സർട്ടിഫൈഡ് ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻ പ്രൊഫഷണൽ CFIP എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ്സ്. ഈ സർട്ടിഫിക്കറ്റ്സ് അക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ജോലിയിൽ എൻട്രി ചെയ്ത് തുടങ്ങാം. പിന്നെ നമ്മൾ എക്സ്പീരിയൻസ് ആവുന്നതോടു കൂടിയാണ് നമ്മൾ ഇവിടെയും സക്സസ്ഫുൾ ആയിട്ട് മാറുക. ദെൻ അടുത്ത ഒരു ജോലിയാണ്, ഇനി അക്കൗണ്ട്സും ഏരിയ ഒന്നും ഇഷ്ടമല്ല, ഞങ്ങൾക്ക് അപ്പോൾ പണിയൊന്നുമില്ല സാറേ, അക്കൗണ്ട്സും കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടമില്ല, അപ്പോൾ ഞങ്ങൾക്ക് ഈ കൊമേഴ്സിൽ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഇല്ല സാറേ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളതാണ് സ്പോർട്സ് മാനേജ്മെന്റ് പ്രൊഫഷണൽ എന്ന് പറയുന്ന പരിപാടി. നിങ്ങൾ FIFA വേൾഡ് കപ്പ് കാണുന്നുണ്ട്, അപ്പോൾ കുറേ പ്രൊഫഷണൽസിനെ കാണുന്നില്ലേ, കോട്ടും സൂട്ടൊന്നും ഇടാതെ ജേഴ്സി പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് വിബൊക്കെ ഇട്ട് ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടത്തുന്ന ആൾക്കാർ, ഇവർക്കൊക്കെ ഹൈ സാലറിയാണ്. അപ്പോൾ സ്പോർട്സ് മാനേജ്മെന്റ് പ്രൊഫഷണൽ എന്ന് പറയുന്ന ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ തന്നെ സ്പോർട്സ് മാനേജ്മെന്റ് പ്രൊഫഷണൽ സ്പെസിഫൈ ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇവർക്കോ 5 ലക്ഷം മുതൽ 25 ലക്ഷം വരെ ആനുവൽ സാലറി ഉണ്ട്. എന്താ ചെയ്യുന്നത്? സ്പോർട്സ് മാനേജ്മെന്റ് പ്രൊഫഷണൽ ഡ്രൈവ് ദ ബിസിനസ് സൈഡ് ഓഫ് അത്ലറ്റിക്സ്. നമുക്കറിയാം FIFA വേൾഡ് കപ്പ് എന്ന് പറയുന്നത് വലിയൊരു ബിസിനസ്സാണ്. ഈ പിന്നെ ഒളിമ്പിക്സ് എന്ന് പറയുന്നത് വലിയൊരു ബിസിനസ്സാണ്. ഏത് അത്ലറ്റിക്സ് എടുത്താലും ഏത് സ്പോർട്സ് എടുത്താലും അതൊരു ബിസിനസ് ആയിട്ടാണ് റൺ ചെയ്യുന്നത്. സോ അവിടെ നടക്കുന്ന അത്ലറ്റിക്സിന്റെ സൈഡിലെ ബിസിനസ് സൈഡാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത്. അതിൻ്റെ മാർക്കറ്റിംഗ്, അതിൻ്റെ ഫെസിലിറ്റി ഓപ്പറേഷൻ, അതിൻ്റെ ലീഗുകളുടെ ഫെസിലിറ്റികൾ, അങ്ങനെ പറയുന്ന ഒരു ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. നമ്മൾ ഇതിൻ്റെ ഇടയിൽ വർക്ക് ചെയ്തിട്ട് ഒരു ലിങ്കായി ഒരു സ്പോർട്സ് മാനേജ്മെന്റ് പ്രൊഫഷണൽ ആണെങ്കിൽ ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത് നമ്മളായിരിക്കും. ഹൈ സാലറീഡ് ആണ്, ഇന്ത്യയിലും പുറത്തും ഹൈ സാലറി ഉള്ള ജോലിയാണ് സ്പോർട്സ് മാനേജ്മെന്റ് പ്രൊഫഷണൽ. നമ്മൾ എന്തൊക്കെ ചെയ്യാം? സ്പോർട്സ് ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യാം, ഇവന്റ് ആൻഡ് വെന്യൂ മാനേജർ ആയിട്ട് വർക്ക് ചെയ്യാം,
സ്പോർട്സിന്റെ മാർക്കറ്ററായിട്ട് വർക്ക് ചെയ്യാം, ഇനി സ്പോർട്സിന്റെ ഇവന്റിന്റെ ഓപ്പറേഷൻസ് മാനേജറായിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. അക്കൗണ്ട്സിന്റെ ഏരിയയിലേക്കേ പോണ്ട, മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഏരിയയിൽ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെയോ ഇതിന്റെ എഡ്യൂക്കേഷണൽ പാത്ത് എന്താ നമ്മൾ പഠിക്കേണ്ടത്? ഞാൻ പറഞ്ഞു BBA കഴിഞ്ഞാൽ തന്നെ നമുക്ക് സ്പോർട്സ് മാനേജ്മെന്റ് പ്രൊഫഷണൽ ആയിട്ട് പോവാം. +1 കൊമേഴ്സ് കഴിഞ്ഞ് +2 കൊമേഴ്സ് കഴിഞ്ഞ് BBA ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ഈ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഫൗണ്ടേഷൻ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് പ്രൊഫഷണൽ ടിപ്പിക്കലി എൻ്റർ ഇൻ ടു ദ ഫീൽഡ് വിത്ത് ബാക്ക്ഗ്രൗണ്ട് ഓഫ് കീ ഡിസിപ്ലിൻ, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ചെയ്യുക, അല്ലെങ്കിൽ ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ ചെയ്യാം, ഇല്ലെങ്കിൽ സ്പോർട്സ് സയൻസിൽ നമുക്ക് ചെയ്യാം. അഡ്വാൻസ്ഡ് ആയിട്ട് ബാച്ചിലർ ഓഫ് സ്പോർട്സ് മാനേജ്മെന്റ് അല്ലെങ്കിൽ MBA ഇൻ സ്പോർട്സ് മാനേജ്മെന്റ്. എല്ലാവരും ചിലപ്പോൾ പുച്ഛിച്ച് തള്ളുന്ന ഒരു ഏരിയ ആണ്. സ്പോർട്സ് മാനേജ്മെന്റിലേക്ക് ചെയ്തിട്ട് കാര്യമുണ്ടോ? പക്ഷെ മക്കളെ, പുറത്തു പോകാനൊക്കെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ, അബ്രോഡിലേക്കാണ് നോക്കുന്നതെങ്കിൽ, ഇറ്റ്സ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി. നമ്മുടെ സ്പോർട്സ് മാനേജ്മെന്റ് പ്രൊഫഷണലായിട്ട് നമുക്ക് കൃത്യമായിട്ട് ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഏറ്റവും അവസാനം 5ാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹെഡ്ജ് ഫണ്ട് മാനേജർ എന്ന് പറയുന്ന പരിപാടിയാണ്. ഫണ്ട് ഉണ്ട് എന്നാൽ മാനേജ്മെന്റും ഉണ്ട്, ഫിനാൻസും ഉണ്ട് മാനേജ്മെന്റും ഉണ്ട്. അറ്റ് ദ സെയിം ടൈം വരുന്നതാണ് ഹെഡ്ജ് ഫണ്ട് മാനേജർ. 15 ലക്ഷം മുതൽ 1 കോടി വരെ ഏൺ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഏരിയയാണ് ഹെഡ്ജ് ഫണ്ട് മാനേജർ. നമ്മൾ ഡിഗ്രികളെ പറ്റി പഠിക്കുന്നുണ്ട്, നമ്മൾ PGകളെ പറ്റി പഠിക്കുന്നുണ്ട്. അതിനുശേഷം ഏത് ജോലിയിലേക്ക് തിരിയാൻ വേണ്ടി പറ്റും എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. ആ ഒരു സൊല്യൂഷനാണ് ഇവിടെ തരുന്നത്. ഇത് ചെയ്യുന്നത് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്ന ആൾക്കാരാണ്. ലോകത്ത് ഒരുപാട് ബിസിനസ്മാൻമാരുണ്ടാവും, അവർക്ക് ഒരുപാട് പൈസ ഉണ്ടാവും, അവർക്ക് പല സ്ഥലങ്ങളിലും ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ആ ഇൻവെസ്റ്റ്മെന്റ് കൃത്യമായി പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിനെ കൃത്യമായി കൊണ്ടുവന്ന് ഏരിയയിലേക്ക് പ്ലേസ് ചെയ്യുന്ന ആളാണ് ഹെഡ്ജ് ഫണ്ട് മാനേജർ എന്ന് പറയുന്നത്. എഡ്യൂക്കേഷണൽ ലെവൽ എഡ്യൂക്കേഷണൽ അഡ്വാൻസ്ഡ് എഡ്യൂക്കേഷൻ, ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് അല്ലെങ്കിൽ MBA മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ഇറങ്ങാം. പിന്നെയോ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് നിർബന്ധം. കാരണം നമ്മളിതിൽ എക്സ്പീരിയൻസ്ഡ് ആയാൽ മാത്രമേ നമ്മളുടെ അഡ്വൈസസ് ആൾക്കാർ സ്വീകരിക്കുള്ളൂ. നമ്മളിതിൽ പക്കയായാൽ മാത്രമേ ആൾക്കാർക്ക് നമ്മൾ പറയുന്നതിനോട് വിശ്വാസം ഉണ്ടാവുള്ളൂ. സോ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് നിർബന്ധമാണ്. ദെൻ അതിനുശേഷം നമുക്ക് റെഗുലേറ്ററി ലൈസൻസസ് വേണം. കുറച്ച് ലൈസൻസസ് നമ്മൾ സെബിയുടെ അപ്രൂവൽ, അങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ആണല്ലോ എടുക്കുന്നത്. അപ്പോൾ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ അപ്രൂവലൊക്കെ എടുത്തിട്ട് കുറച്ച് ലൈസൻസിങ് പരിപാടികൾ കൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ ഏരിയയിലും സ്പെഷ്യലൈസ് ചെയ്ത് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ 5ാമതായിട്ട് പറയുന്ന കരിയർ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഹെഡ്ജ് ഫണ്ട് മാനേജർ ആണ്. ഡിഫറെന്റ് ആയിട്ടുള്ള കരിയർ ഓപ്പർച്യൂണിറ്റികൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് നമുക്ക് +1 കൊമേഴ്സ് എടുത്തത് കൊണ്ട് തന്നെ നമുക്ക് നല്ല കരിയർ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. പലരുടെയും സംശയമാണ്, കൊമേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇനി എനിക്ക് കരിയർ ഇല്ലേ, എനിക്കിനി വേറെ ഞാൻ കുടുങ്ങി പോകുമോ എന്നുള്ളത്. ഇത് ഞാൻ പറഞ്ഞത് വെറും 5 എണ്ണമാണ്. അതിൽ തന്നെ 3 എണ്ണം ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തിട്ടും 2 എണ്ണം മാനേജ്മെന്റ് സ്പെഷ്യലൈസ് ചെയ്തിട്ടും. അപ്പൊ നമ്മളുടെ പാഷൻ ഏരിയയാണോ, നമ്മൾക്ക് പോകാൻ താല്പര്യമുള്ള ഇതിലാണോ, അത് ഫോക്കസ് ചെയ്ത് നമ്മൾ പഠിക്കുക. അതിനുശേഷം ആ ഒരു ഏരിയയിൽ എത്താൻ വേണ്ടിയിട്ട് ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ഇപ്പോഴേ ചെയ്തു തുടങ്ങുക. ഡിഗ്രി കഴിഞ്ഞിട്ട് നോക്കാം പോര മക്കളെ, PG കഴിഞ്ഞിട്ട് നോക്കാം പോര മക്കളെ, ഇപ്പോഴേ നമ്മൾ എന്താ ചെയ്യാനുള്ളത് എന്നുള്ളത് നോക്കിയാൽ ബേസ് നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഡെഫിനറ്റ്ലി ഈ പറയുന്ന 15 ലക്ഷം മുതൽ 1 കോടി വരെയും 25 ലക്ഷം വരെയും 50 ലക്ഷം വരെയൊക്കെ നമുക്ക് ഏൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ കൃത്യമായിട്ട് നമ്മളുടെ ഗൈഡൻസിലൂടെ അടിപൊളിയായിട്ട് പഠിക്കുക. കൃത്യമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട എത്തിപ്പെടാൻ പറ്റുന്ന പാഷനിലേക്ക് എത്തിപ്പെടാൻ പറ്റും. എല്ലാവർക്കും അതിന് പറ്റട്ടെ. നല്ലോണം പഠിക്കാനും നല്ലോണം ഏൺ ചെയ്യാനും ഇഷ്ടപ്പെട്ട പ്രൊഫഷനിൽ എത്തിപ്പിടിക്കാനും നമുക്ക് പറ്റട്ടെ. എല്ലാവർക്കും എൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓൾ ദ വെരി ബെസ്റ്റ്. കൃത്യമായിട്ട് പഠിക്കുക. എഡ്യൂപോർട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ.